السلام عليكم ورحمة الله وبركاته. بسم الله اللهم إني أعوذ بك من بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഞങ്ങൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് വർഷത്തോളം നടന്നു വരാറുള്ള എക്സ്പീരിയൻസ് എന്ന പരിപാടിയിലാണ്. ഞങ്ങൾ ഇന്നിവിടെ കൂടിയതുപോലെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു ഞങ്ങളെ ഒരുമിച്ച് കൂട്ടട്ടെ, ആമീൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാനവികതയുടെ ഇസ്ലാമിക മാതൃക എന്ന വിഷയമാണ്. മനുഷ്യൻ ജന്മത്തോടെ കൂടെ കൊണ്ടുവന്ന ആത്മായ മൂല്യങ്ങളിൽ ഒന്നാണ് മാനവികത. പക്ഷെ പലപ്പോഴും മനുഷ്യൻ അതിനെ മറവിയിൽപ്പെടുകയും ജീവിതത്തിന്റെ അരങ്ങിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നു. അത്തരം ഘട്ടങ്ങളിൽ മനുഷ്യനെ മാനവികത മൂല്യങ്ങളിലേക്ക് തിരിച്ചു നയിക്കുന്ന ഒരു മാർഗദീപമാണ് ഇസ്ലാം. ഇസ്ലാം മനുഷ്യനെ ഒരു സാധാരണ ജീവി എന്ന നിലയിലല്ല, ഖലീഫ അതായത് ഭൂമിയിലെ പ്രതിനിധി എന്ന നിലയിലാണ് കാണുന്നത്. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ലഖദ് ഖലഖനൽ ഇൻസാനി ഫീ അഹ്സനി തഖ്വീം, ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് ഏറ്റവും ഉന്നത രൂപത്തിലാണ്. അതായത് മനുഷ്യൻ വെറും ഒരു ജീവശാസ്ത്ര സങ്കല്പമല്ല, മറിച്ച് ആത്മീയമായും ഭൗതികമായും ശ്രേഷ്ഠമായ ഒരു സൃഷ്ടിയാണ്. മാനവികതയുടെ കേന്ദ്ര ബിന്ദുവാണ് സഹാനുഭൂതിയും സമത്വം. ഇസ്ലാം പറയുകയാണ്, മനുഷ്യൻ ഒരു സാധാരണയായി കാണപ്പെടുകയില്ല, കാരണം അവൻ വളരെ ശ്രേഷ്ഠമുള്ളവനാണ്. ഗുജറാത്ത് സൂറത്തിന്റെ 13-ാം ആയത്തിൽ പറയുന്നു, യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ സകറിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായിലുൻ ലിതഅറഫു, ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു പുരുഷനും ഒരു സ്ത്രീയും നിന്നാണ്, പിന്നീട് നിങ്ങൾ ഞാൻ ഗോത്രങ്ങളും ജനതകളും ആക്കി. അതായത് വർഗം, വർണ്ണം, മതം, ഭാഷ, ദേശം ഒന്നും മനുഷ്യന്റെ അടിസ്ഥാന മാന്യതയെ ബാധിക്കുന്നില്ല. എല്ലാവരും ഒരേ ഒരു കുടുംബത്തിന്റെ അംഗങ്ങളാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു, ഒരു അറബിക്കും ഒരു അനറബിക്കും മേൽ വാശ്യമില്ല, ഒരു വെളുപ്പിനും ഒരു കറുപ്പിനും മേൽ വാശ്യമില്ല. നിങ്ങൾ തമ്മിൽ വേർതിരിയുന്നത് ധർമ്മനിഷ്ഠയും സൽപ്രവൃത്തിയും മാത്രമാണ്. മാനവികതയുടെ മറ്റൊരു അടിസ്ഥാന നീതിയാണ് മാഇദ സൂറത്തിന്റെ 8-ാം ആയത്തിൽ പറയുന്നത്. അതിന്റെ വിശദീകരണം ഇങ്ങനെയാണ്, നിങ്ങൾ നീതിയിൽ ഉറച്ചു നിലകൊള്ളുക, അത് നിങ്ങളോട് വിരോധമുള്ളവർക്കാണെങ്കിലും. അതായത് വ്യക്തിപരമായ വൈരാഗ്യം പോലും നമ്മെ അനീതിയിലേക്ക് വഴിതെറ്റിക്കരുത്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവനും ഈ നീതിയുടെ മാതൃകയാണ്. തന്റെ സ്വന്തം കുടുംബത്തോടും മുസ്ലിം സമൂഹത്തോടും വിദ്വേഷികളോടും ഒരേപോലെ പെരുമാറിയതിന്റെ അനവധി ഉദാഹരണങ്ങൾ ഞങ്ങൾക്ക് ചരിത്രത്തിൽ കാണാം. യഥാർത്ഥത്തിലും സഹാനുഭൂതിയും കരുണയും ഇസ്ലാമിന്റെ ഹൃദയം തന്നെയാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കരുണ കാണിക്കാത്തവൻക്ക് കരുണ കാണിക്കപ്പെടുകയേയില്ല. അദ്ദേഹം കുട്ടികളോട് കാണിച്ച സ്നേഹവും സ്ത്രീകളോട് പുലർത്തിയ ആദരവും മൃഗങ്ങളോട് വരെ കാണിച്ച കരുണയും ഇസ്ലാമിക മാനവികതയുടെ അറ്റുപോകാത്ത തെളിവുകളാണ്. ഇസ്ലാം ആരാധനയെ ഒരു മനുഷ്യന്റെ സ്വകാര്യ ചടങ്ങായി മാത്രം കാണുന്നില്ല. ഉദാഹരണത്തിന് നിസ്കാരം മനുഷ്യനെ ആത്മശുദ്ധിയിലേക്കാണ് നയിക്കുന്നത്. അസ്സൗമ്, നോമ്പ്, പട്ടിണിയും ദാഹവും അനുഭവിക്കുന്നവരുടെ വേദനയെ മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്നു. സകാത്ത് അഥവാ ധനസഹായം സമൂഹത്തിലെ ദരിദ്രരെ ഉയർത്താനുള്ള ഒരു സാമ്പത്തിക പങ്കാളിത്തമാണ്. ഹജ്ജ് അഥവാ യാത്ര ഈ ലോക സർവ്വ മുസ്ലിം മക്കളെയും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി അവിടെ സഹോദര്യത്തെ പഠിപ്പിക്കുന്നു. ഇസ്ലാമിക മാനവികത സാമൂഹിക ജീവിതത്തിലും തിളങ്ങി നിൽക്കുന്നു. വിശന്നവരെ ഭക്ഷിപ്പിക്കൽ, രോഗികളെ സന്ദർശിക്കൽ, അനാഥരെ പരിപാലിക്കൽ, ഇതെല്ലാം ആരാധനയായി മാറുന്നു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇതാണ് യഥാർത്ഥ ഇസ്ലാമിക മാനവികതയുടെ സന്ദേശം. ഇതെല്ലാം ഞങ്ങൾ സ്വന്തം ജീവിതത്തിലും എടുക്കണം.
അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചും കൊടുക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗത്തെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.